ലോകത്തിൽ ആദ്യമായിട്ട് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചൊരു ജെട്ടി ഉണ്ടാക്കി എടുക്കാൻ പോകട്ടെ നമ്മളിന്ന്. അതിനായി തന്നെ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് കവറിൽ കറക്റ്റ് ജെട്ടിന്റെ ഷേപ്പ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഒട്ടിക്കാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അതിനുവേണ്ടി നേരത്തെ ഞാൻ ഒരു കടയിൽ കയറി ആദ്യം തന്നെ കണ്ടത് കുറെ കളിപ്പാട്ടമായിരുന്നു. കണ്ടതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർ ഉണ്ടായിരുന്നു. അത് അപ്പം തന്നെ ഞാൻ വാങ്ങിയിട്ട് പിന്നെ നിങ്ങൾ ഈ ഒരു കളിപ്പാട്ടം വെച്ച് കളിച്ചിട്ട് പറയാം ജസ്റ്റ് ഒന്ന് കമന്റിലൂടെ പറയണം. എന്തായാലും ജെട്ടിക്ക് ആവശ്യമുള്ള ടിഷ്യൂ പേപ്പർ ഒക്കെ വാങ്ങിയ ശേഷം നേരെ വീട്ടിൽ പോയിട്ട് ആ പാക്കറ്റ് മൊത്തം തലങ്ങും വിലങ്ങും തല്ലി പൊടിച്ച് ടിഷ്യൂ പേപ്പർ മാത്രം എടുത്ത് ഈ ഒരു രീതിക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വെട്ടി ഷേപ്പൊക്കെ വെച്ചാൽ പ്ലാസ്റ്റിക് കവറിൽ മേലേക്ക് കുറച്ച് വെള്ളം എടുത്ത് നല്ലപോലെ ഈ ഒരു രീതിക്ക് നനച്ചെടുക്കാട്ടോ. എന്നിട്ട് ആ നനച്ചെടുത്ത പ്ലാസ്റ്റിക് കവറിൽ മേലേക്ക് നമ്മൾ വാങ്ങിയിട്ടുള്ള ടിഷ്യൂ പേപ്പർ ഇതേപോലെ ഒരു ലെയർ മാത്രം ഒട്ടിച്ചെടുക്കണേ. ശേഷം നേരെ ഈ ഒരു കൂട്ടാൻ പാത്രം എടുത്തിട്ട് എടുത്ത പാത്രത്തിൽ നേരെ ഈ ഒരു പശ എടുത്ത് നേരാക്കി ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ലൂസാക്കി മിക്സ് ചെയ്തെടുക്കാട്ടോ. അങ്ങനെ നല്ലപോലെ ലൂസാക്കി എടുത്ത് പറഞ്ഞിട്ട് നേരത്തെ നമ്മൾ ഡിസൈൻ ചെയ്ത് ഒരു ലെയർ മാത്രം ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് ആ ഒരു ജെട്ടി നമുക്ക് എടുക്കാം. എന്നിട്ട് അതിക്ക് നമ്മൾ നേരത്തെ ലൂസാക്കി വെച്ചിട്ട് ആ ഒരു പശീനെ വിളിക്കുന്ന നേരത്തെ ടിഷ്യൂ പേപ്പർ പഴംപരിക്ക് മാവ് ഒഴിക്കുന്ന തലങ്ങും വിലങ്ങ് കൊണ്ട് കുഴച്ചതിന് ശേഷം നേരത്തെ ആ ഒരു ജെട്ടിന് മേലേക്ക് വെച്ച് കൊടുക്കാട്ടോ. പിന്നെ ഇങ്ങനെ ഒന്നല്ല ഒരു 5-6 ലെയർ ഒട്ടിച്ചെടുക്കേണ്ട. 5-6 ലെയർ ഒട്ടിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഇത്രയും നേരം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ആരും വീഡിയോ ലൈക്ക് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആൾ ഇത് ഓരോരോ ലൈക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒരു 10K ലൈക്കെങ്കിലും ആക്കി തരാം. അതേപോലെ തന്നെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനത്തെ 5 ലെയറുകൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് നമ്മുടെ ജെട്ടി അടിപൊളി റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നെറുക നല്ല സൂര്യ നിൽക്കാനായിട്ട് നമ്മൾ ടേബിൾ വെച്ച് അതിന് മേലെ നമ്മൾ ഉണ്ടാക്കി ജെട്ടിയും വെച്ച് 2-3 മണിക്കൂർ നല്ലപോലെ ഉണക്കി പപ്പടമാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ 3-4 മണിക്കൂർ നല്ലപോലെ വെയിലുകൊണ്ട് നമ്മുടെ ജെട്ടി അടിപൊളി റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനുള്ള പ്ലാസ്റ്റിക് കവർ മെല്ലതാ ഇതേപോലെ എടുത്ത് കളഞ്ഞതിന് ശേഷം നോക്കിയപ്പോൾ കണ്ട നമ്മൾ ഉണ്ടാക്കി ജെട്ടി കാണാൻ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ടോ ഇല്ലെന്ന് ജസ്റ്റ് ഒന്ന് കമന്റിലൂടെ പറയാം. അതേപോലെ തന്നെ ഈ ഒരു ജെട്ടി ഒരിക്കലും കഴുകാൻ പറ്റില്ല കേട്ടോ. അതേപോലെ തന്നെ ഇടാനും പറ്റില്ല. പിന്നെ ഇത് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയതാണ് ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വീഡിയോയിലേക്ക് മറക്കല്ലേ.